ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജൂലൈ 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഗോള തിരുസഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്. ആരാണ് കർമ്മല മാതാവ്? തീർച്ചയായും അത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് ഒത്തിരിയേറെ നാമവിശേഷണങ്ങൾ, അപദാനങ്ങൾ ഉള്ളത് നമുക്കറിയാം. അതിൽ തന്നെ സ്ഥലങ്ങളോട് ബന്ധപ്പെട്ട് ഒത്തിരി പേരുകൾ പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, മെജുഗോര മാതാവ്, ഗാദലൂപ്പ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, കൊരട്ടിമുത്തി, വല്ലാർപാടത്തമ്മ, ഇങ്ങനെ സ്ഥലങ്ങളോട് ബന്ധപ്പെട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് ധാരാളം പേരുകളുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. എന്താണിതിന് കാരണം? മിക്കവാറും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തതിൻ്റെ ഒരു ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും നിലനിൽക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളുമൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ടാകും. അമ്മയുടെ സജീവ സാന്നിധ്യവും സാമീപ്യവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അത്തരം സ്ഥലങ്ങളോട് ചേർത്ത് വെച്ച് മറിയത്തിൻ്റെ പേര് പറയുന്നത്, അല്ലെങ്കിൽ മറിയത്തിൻ്റെ പേരോട് ചേർത്ത് വെച്ച് അത്തരം സ്ഥലങ്ങളുടെ പേര് പറയുന്നത് വിശ്വാസികളുടെ ഇടയിൽ സ്വാഭാവികമായി സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ കർമ്മല മാതാവ് എന്ന പേര്, അതും ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് കൈവന്നിരിക്കുന്ന ഒരു പേരാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഒരു മലയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പേര്. ഏതാണ് ഈ മല? കാർമൽ മല അഥവാ കാർമൽ മൗണ്ട്. ഈ മലയോട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധ മറിയത്തിന് കർമ്മല മാതാവ് എന്ന പേര് വരുന്നത്. കുറച്ചുകൂടെ വ്യക്തതയോടെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യതയോടെ പറയുകയാണെങ്കിൽ, കർമ്മല മലയോട് ചേർന്ന് വരുന്ന പേര് എന്നതിനേക്കാളും ഉപരിയായി ആ മലയിൽ താമസിച്ചിരുന്ന, താപസ ജീവിതം നയിച്ചിരുന്ന സന്യസ്തർ, അവരെ കർമ്മലീത്തർ എന്നാണ് വിളിക്കുക. കർമ്മലീത്തർ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായി പരിശുദ്ധ കന്യകാമറിയത്തെ തെരഞ്ഞെടുത്തു. അമ്മയുടെ പ്രത്യേക വാത്സല്യ തണലിൽ അവർ താപസ ജീവിതം നയിച്ചു. അതിൻ്റെ ഫലമായി കർമ്മലീത്തരുടെ സ്വർഗീയ മധ്യസ്ഥ സംരക്ഷക എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് കർമ്മല മാതാവ് എന്ന പേര് കൈവന്നു. നമുക്ക് ഈ കർമ്മല മലയെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇസ്രായേലിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന വളരെ ഹൃദയഹാരിയായ ഒരു മുനമ്പ് ഉണ്ട്. ഇതിൽ ഏകദേശം ഒരു 1700-1800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മലയാണ് കർമ്മല മല അഥവാ കാർമൽ മൗണ്ട്. ഈ മലയുടെ പേരിൻ്റെ അർത്ഥം, അതായത് കാർമൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫല ഉദ്യാനം എന്നാണ്. ഫലങ്ങളുടെ തോട്ടം, ഫലങ്ങളുടെ തോട്ടം എന്ന അർത്ഥമാണ് ഈ വാക്കിനുള്ളത്. നമ്മളിതിനെ ആത്മീയ അർത്ഥത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ, പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെടുത്തി ആധ്യാത്മിക അർത്ഥത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും നിറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും, സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത, ഇങ്ങനെ എല്ലാ ഫലങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധ കന്യകാമറിയത്തിലാണ്. അതുകൊണ്ട് തന്നെ മറിയത്തിന് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരു പേരാണ് കർമ്മല മാതാവ്. മറിയവും ഒരു ഫല ഉദ്യാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരു തോട്ടമാണ് പരിശുദ്ധ കന്യകാമറിയം. 12-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ മധ്യഭാഗത്തോടുകൂടെ ആ മലയിലേക്ക്, കർമ്മല മലയിലേക്ക്, ബർത്തോൾഡ് എന്നു പേരുള്ള ഒരു വിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സന്യസ്തർ അവിടെ താപസ ജീവിതം ആരംഭിക്കുകയാണ്. തീവ്രമായ ഒരു ദൈവാനുഭവം തേടിക്കൊണ്ട്, പ്രാർത്ഥനാനുഭവം തേടിക്കൊണ്ട്, പ്രത്യേകമാം വിധത്തിൽ കഠിനമായ തപശ്ചര്യയും അതുപോലെ തന്നെ പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ഒരു തീവ്രമായ ഒരു സന്യാസ ജീവിത ശൈലിക്ക് അവർ അവിടെ ആരംഭം കുറിക്കുകയാണ്. ഈ സന്യസ്തർ താമസിച്ചിരുന്ന മല കർമ്മലമല ആയതുകൊണ്ട് അവരെ, ഈ സന്യാസികളെ, കർമ്മലീത്ത സന്യാസികൾ എന്ന് അവർ വിളിക്കപ്പെട്ടു. കർമ്മലീത്ത സന്യാസികൾ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായി പരിശുദ്ധ കന്യകാമറിയത്തെ തെരഞ്ഞെടുത്തു. അമ്മയുടെ സംരക്ഷണത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു. ആ മലയെയും ദേശത്തെയും ദേശവാസികളെയും
അതുപോലെ തന്നെ തങ്ങളെ തന്നെയും പൂർണ്ണമായും പരിശുദ്ധ അമ്മയ്ക്ക് ഫലമേൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പരിശുദ്ധ കന്യകാമറിയത്തിന് കർമ്മല മാതാവ് എന്ന പേര്, ഒരു നാമവിശേഷണം കൂടെ നൽകപ്പെടുന്നു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി, പതിറ്റാണ്ടുകൾ കടന്നുപോയി, അടുത്ത നൂറ്റാണ്ടായപ്പോൾ അവിടെ കുരിശുയുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടം ആയിരുന്നു. കുരിശുയുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പലതും ആ മലയിൽ താമസിച്ചിരുന്ന സന്യസ്തർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ അവിടെ നിന്ന് പലായനം ചെയ്തു പോവുകയാണ്. കുറേ പേർ യൂറോപ്പിലേക്കൊക്കെ മാറി. അതിൽ തന്നെ ഇംഗ്ലണ്ടിൽ സന്യാസ ജീവിതം ആരംഭിച്ച കർമ്മലീത്ത സന്യാസികൾ അവിടെ അവരുടെ 6ാമത്തെ പ്രയർ ജനറലായി അല്ലെങ്കിൽ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സൈമൺ സ്റ്റോക്ക് എന്നു പേരുള്ളൊരു പുണ്യാത്മാവാണ്. നമ്മൾ ആ പേര് കേട്ടിട്ടുണ്ടാകും, വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാളൻ. അദ്ദേഹം പ്രത്യേകമാം വിധത്തിൽ പരിശുദ്ധ അമ്മയോട്, കർമ്മല മാതാവിനോട്, തൻ്റെ സഭയ്ക്ക് വേണ്ടി, സഭാംഗങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന ചോദിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം കർമ്മലീത്ത സഭയുടെ ആദ്യ കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ചും ഈ 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പരിധിവരെ അവഹേളനങ്ങളും അപമാനങ്ങളും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും നേരിടേണ്ടി വന്നവരാണ് കർമ്മലീത്ത സന്യാസികൾ. തൻ്റെ സഭയ്ക്ക് നേരിടുന്ന, തനയർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിരന്തരം സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മലമാതാവിന് സമർപ്പിച്ച് ഈ വിശുദ്ധാത്മാവ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം എന്ന പോലെ 1251 ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവ് വിശുദ്ധൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഒരു ഉത്തരീയം സമ്മാനിക്കുകയാണ്. കർമ്മല ഉത്തരീയം അഥവാ വെന്തിങ്ങ എന്ന് അറിയപ്പെടുന്ന ഉത്തരീയം ഇങ്ങനെ പരിശുദ്ധ കന്യകാമറിയം സമ്മാനിക്കുന്നു. ഈ ഉത്തരീയം നൽകിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം സൈമൺ സ്റ്റോക്ക് വിശുദ്ധാത്മാവിനോട്, അദ്ദേഹത്തിനോട്, പുണ്യാത്മാവിനോട് പറയുന്നു, ഇത് ധരിക്കുക. സഭാ മക്കളെല്ലാം തന്നെ, സഭയിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഇത് ധരിക്കുക. ഇത് പ്രത്യേകമാം വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ സംരക്ഷണ തണലിൽ ആയിരിക്കുന്നതിനുള്ള ഒരു അച്ചാരവും ഉറപ്പുമായിരിക്കും. ജീവിതകാലത്തുടനീളം ഇത് ധരിക്കുന്ന ഓരോ വ്യക്തിക്കും ജീവിതകാലത്തുടനീളം പ്രത്യേകമാം വിധത്തിൽ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ സംരക്ഷണം ലഭിക്കും. മരണസമയത്ത് പ്രത്യേക സംരക്ഷണം ലഭിക്കും. മരണാനന്തരം അവരൊരിക്കലും നിത്യശിക്ഷയ്ക്ക് അർഹമാകാതിരിക്കാൻ അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കാൻ മറിയം അവരെ സഹായിക്കും. മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്ന ആത്മാക്കളാണെങ്കിൽ എത്ര വേഗം ശുദ്ധീകരണം പൂർത്തിയാക്കി കഴിവതും വേഗം സ്വർഗത്തിൽ എത്തിച്ചേരാൻ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും, അവരെ സഹായിക്കും. ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കർമ്മല ഉത്തരീയം ധരിക്കുന്ന വ്യക്തികൾക്കായി കുറേ അധികം വാഗ്ദാനങ്ങൾ പരിശുദ്ധ കന്യകാമറിയം സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധാത്മാവിനെ അറിയിക്കുകയാണ്. പിന്നീടത് കർമ്മലീത്ത സന്യാസികളെല്ലാം തന്നെ തങ്ങളുടെ കഴുത്തിലെ ആവരണമായി ഉപയോഗിക്കുന്നു. സാവധാനത്തിൽ അത് സാധാരണ മനുഷ്യർക്കും ധരിക്കാവുന്ന വിധത്തിൽ ഈ കർമ്മല ഉത്തരീയം അവരുടെയും ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഭക്തിയുടെയൊക്കെ ഒരു പ്രകടനമായി മാറുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഉത്തരീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർമ്മല ഉത്തരീയം അഥവാ വെന്തിങ്ങ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തോൾ വസ്ത്രമായ സ്കാപ്പുലർ, അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ കർമ്മല ഉത്തരീയം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ, കർമ്മലമാതാവിൻ്റെ തോൾ വസ്ത്രമായ സ്കാപ്പുലറിൻ്റെ ഒരു ചെറിയ രൂപം, അതിൻ്റെ ഒരു ചെറു പതിപ്പ്, പ്രതീകാത്മകമായിട്ടൊരു ചെറു പതിപ്പ്. ഇത് ധരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വസ്ത്രം തന്നെ ധരിക്കുന്നു, അഥവാ പരിശുദ്ധ അമ്മയെ തന്നെ ധരിക്കുന്നു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമ്മയിൽ വിളങ്ങി നിൽക്കുന്ന പരിശുദ്ധിയും സുഹൃതവും നന്മയും അതിതാ നമ്മൾ ധരിക്കുന്നു. ആ ഒരു ഓർമ്മയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെയും, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മ വാത്സല്യം, മാതൃവാത്സല്യത്തിൻ്റെ തണലിലായിരിക്കാൻ ഒരു പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ ഭക്തയായി സുതയായി ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ ഉത്തരീയം ധരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉള്ളത്. അത് അങ്ങനെ തന്നെ തങ്ങളെ സമർപ്പിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ ഉത്തരീയം ധരിച്ചാൽ നരകത്തിൽ പോകില്ല, ഉത്തരീയം ധരിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് സ്വർഗത്തിൽ പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ പ്രത്യേകം തിരിച്ചറിയണം. ഉത്തരീയം ധരിച്ചിട്ട് തോന്നിയ പോലെ ജീവിച്ചാൽ, പാപത്തിൽ ജീവിച്ചാൽ, അശുദ്ധിയിൽ ജീവിച്ചാൽ, തിന്മയിൽ ജീവിച്ചാൽ ആ വ്യക്തി നരകത്തിൽ പോകില്ല എന്ന് വിചാരിക്കരുത്. ഉത്തരീയം ധരിക്കുന്നവർക്ക് നരകത്തിൽ പോകാതെ മരണാനന്തരം സ്വർഗത്തിൽ പോകാൻ വേണ്ട എല്ലാ സഹായങ്ങളും തീർച്ചയായും പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കും. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് ദൈവം ദാനമായി നൽകുമ്പോൾ സ്വതന്ത്ര മനസ്സോടെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. എന്ന് വെച്ചാൽ ദൈവകൃപയോട് സഹകരിക്കാൻ തയ്യാറാകുന്നവർക്കാണ് നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരീയം ധരിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും സംരക്ഷണവും സ്വീകരിക്കാൻ തങ്ങളെ തന്നെ മറിയത്തിന് സമർപ്പിക്കുന്നു, സമ്മതം അറിയിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പ്രത്യേക സഹായം ലഭിക്കുന്നു. ആ സഹായം സ്വീകരിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിച്ച് മരണാനന്തരം സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായ കാര്യം. അല്ലാതെ ഉത്തരീയം ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റും, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിച്ചേക്കരുത്. ഇത് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല, നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ടവരുടെ ചിത്രമൊക്കെ നമ്മൾ സാധാരണ കൈവശം സൂക്ഷിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ വിദൂരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈവശം പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ, ജീവിത പങ്കാളിയുടെ ആകാം, അപ്പൻ്റെ ആകാം, അമ്മയുടെ ആകാം, മക്കളുടെ ആകാം, ഫോട്ടോ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സിനകത്ത് സൂക്ഷിക്കും, ചിലപ്പോൾ പോക്കറ്റിൽ സൂക്ഷിക്കും, ചിലപ്പോൾ ലോക്കറ്റിനകത്താക്കി അങ്ങനെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ഒക്കെ സൂക്ഷിക്കാറുണ്ട്. എന്താ അതിൻ്റെ കാരണം? അവരെ എപ്പോഴും ഓർക്കാനും ആ സ്നേഹത്തിൻ്റെ ഓർമ്മ എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്. ശരിക്കും ഫോട്ടോ ഇല്ലെങ്കിലും നമുക്ക് അവരെ ഓർക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. എന്നിരുന്നാൽ തന്നെയും നമ്മൾ കൂടെ ഓർക്കാൻ വേണ്ടി നമ്മൾ ആ ഫോട്ടോ സൂക്ഷിക്കുന്നു. ഇതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും പരിശുദ്ധിയും ഒക്കെ കൂടെ ഓർക്കാനും സ്മരിക്കാനും അങ്ങനെ ജീവിതം ക്രമീകരിക്കുവാനും നമ്മളെ സഹായിക്കുന്നു ഉത്തരീയം അഥവാ വെന്തിങ്ങ. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എന്ന വിധത്തിൽ ഭക്തിയോടും ആദരവോടും സ്നേഹത്തോടും കൂടെ ഇത് കഴുത്തിൽ ആഭരണമായി ധരിക്കാൻ സാധിക്കട്ടെ. ആഭരണമല്ല, ആവരണം എന്ന് വെച്ചാൽ ഒരു സംരക്ഷണത്തിൻ്റെ കവചം കൂടെയാണ്. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണം, അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു ആയുധം എന്ന നിലയിൽ ഒരു സംരക്ഷണ കവചമായി, ആവരണമായി ഈ വെന്തിങ്ങ നമ്മുടെ കഴുത്തിൽ, നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരുടെയെങ്കിലും ഒക്കെ കഴുത്തിൽ വെന്തിങ്ങ ഇല്ല എങ്കിൽ ഒരു വെന്തിങ്ങ വാങ്ങി വികാരിച്ചനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് അത് കഴുത്തിൽ ധരിക്കാനും അമ്മയുടെ മാതൃവാത്സല്യ തണലിലായിരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരിനി നമുക്ക് ഈ കർമ്മല മലയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ കർമ്മല മലയെക്കുറിച്ച്, കാർമൽ മൗണ്ടിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകമായ വിധത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. അവിടെ നമ്മളൊരു സംഭവം വായിക്കുന്നു. സംഭവം ഇങ്ങനെയാണ്. അതായത് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് ആദ്യം പറയാം. ഇസ്രായേലിലെ രാജാക്കന്മാരിൽ പലരും യാഹവയെ പ്രകോപിപ്പിച്ച വ്യക്തികളായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി പ്രകോപിപ്പിച്ച ഒരു വ്യക്തിയായി വിശുദ്ധ ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേരാണ് ആഹാബ് എന്ന രാജാവ്. ഈ ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജസബൽ രാജ്ഞി ഒരു വിജാതീയ സ്ത്രീ ആയിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ബാൽദേവനോടുള്ള ആരാധന, അക്ഷേരാ ദേവതകളോടുള്ള ആരാധന, വിഗ്രഹാരാധന, ഈ ആഹാബ് രാജാവും അതിലേക്ക് വലിച്ചിടയ്ക്കപ്പെടുന്നു. അദ്ദേഹവും ജസബൽ രാജ്ഞിയും ചേർന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവനും ഈ വിധത്തിൽ വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. ധാരാളം ആളുകൾ വിഗ്രഹാരാധകരായി മാറുകയും ചെയ്യുന്നു. ദൈവം പല പ്രാവശ്യം പ്രവാചകരിലൂടെയൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും ചെവികൊള്ളാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഒരു ശിക്ഷാ നടപടി ഉണ്ടാവുകയാണ്. ഏലിയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേലിനോടും ആഹാബിനോടും അരുളി ചെയ്യുകയാണ്, സത്യദൈവത്തെ വിട്ടുപേക്ഷിച്ചതിനാൽ അതിൻ്റെ പരിണത ഫലം എന്ന പോലെ ഇനി കുറേ നാളത്തേക്ക് മഴ പെയ്യുകയില്ല, ആകാശവാതിലുകൾ അടയ്ക്കപ്പെടും, ഞാൻ പറയുന്നത് വരെ ഇനി മഴ പെയ്യില്ല എന്ന് ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. അങ്ങനെ ആകാശവാതിലുകൾ അടയ്ക്കപ്പെട്ടു, മഴ പെയ്യാതെയായി. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. 3 വർഷങ്ങൾ തുടർച്ചയായ മഴയില്ലാതെ ജനം വലഞ്ഞു ക്ലേശിച്ചു. ചെടികളൊക്കെ ഉണങ്ങിപ്പോയി, പുഴകളും തോടുകളും ഒക്കെ അരുവികളും ഒക്കെ വറ്റി വരണ്ടു, മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങി, ഗത്യന്തരമില്ലാതെ ജനം ക്ലേശിക്കുകയാണ്. അങ്ങനെ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകനെ ഒരിക്കൽ കൂടെ ദൈവം ഇത് അരുളപ്പാട് കൊടുക്കുന്നു. അതനുസരിച്ച് ആഹാബ് രാജാവുമായി ഒരു അഭിമുഖം, ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. പ്രിയപ്പെട്ടവർ, അതനുസരിച്ച് ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനെ ഇപ്രകാരം അറിയിക്കുകയാണ്, എല്ലാ ഇസ്രായേൽ ജനത്തെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടുക. മാത്രമല്ല ബാൽദേവന്റെ പ്രവാചകന്മാരെയും അക്ഷേര ദേവതയുടെ പ്രവാചകരെയും എല്ലാം അവിടേക്ക് കൊണ്ടുവരിക. അവിടെ വെച്ച് സത്യദൈവം ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആഹാബ് എല്ലാ പ്രവാചകന്മാരെയും കൊണ്ടുവരുന്നു. ബാൽദേവന്റെയും മറ്റ് ദേവതകളുടെയും ഒക്കെ പ്രവാചകന്മാരെയൊക്കെ കൊണ്ടുവരുന്നു. ഇസ്രായേൽ ജനം മുഴുവനും അവിടെ കാർമൽ മലയിൽ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാല് ചവിട്ടി നിൽക്കും?
ഒന്നുകിൽ യാഹവയെ ദൈവമായി അംഗീകരിച്ച് സത്യദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുക, അല്ലെങ്കിൽ ബാൽദേവന്റെ പുറകെ പോവുക. അല്ലാതെ രണ്ടും കൂടെ ഒരുമിച്ച് ഇനി മുന്നോട്ട് പോവുക സാധിക്കുന്ന കാര്യമല്ല. അതിനുശേഷം ഇതാ ഏലിയ പ്രവാചകൻ സത്യദൈവം ആരാണെന്നറിയാൻ ഒരു പരീക്ഷണം മുന്നോട്ട് വയ്ക്കുകയാണ്. പരീക്ഷണം എങ്ങനെയായിരുന്നു? നമുക്ക് 2 ബലിപീഠങ്ങൾ ഉണ്ടാക്കാം, അതിനുശേഷം അതിൻ്റെ മുകളിൽ വിറകുകൾ അടുക്കി വയ്ക്കാം, 2 കാളകളെ ഞങ്ങൾക്ക് തരിക, ഞാൻ ഒരു കാളയെ വെട്ടിക്കേറി കഷ്ണങ്ങളാക്കി ബലിപീഠത്തിന് മുകളിൽ വയ്ക്കും. അതുപോലെ തന്നെ ബാൽദേവന്റെ പ്രവാചകർ അവരുണ്ടാക്കിയ ബലിപീഠത്തിന് മുകളിൽ കാളയെ വെട്ടിക്കേറി കഷ്ണങ്ങളാക്കി വയ്ക്കും. തീ കൊളുത്തരുത്. സ്വർഗത്തിലേക്ക് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കും. ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കപ്പെടുന്നത്? അതായത് ആരുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവിനെ ദഹിപ്പിക്കുന്നത്? ആ ദൈവമായിരിക്കും സത്യദൈവം. ഇത് കേട്ട് ജനങ്ങൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അങ്ങനെ ആ പരീക്ഷണം അവിടെ നടക്കുകയാണ്. ആദ്യം ഏലിയ പ്രവാചകൻ പറഞ്ഞു, യാഹവയുടെ പ്രവാചകനായി ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാ പ്രവാചകന്മാരെയും ജസബൽ രാജ്ഞി വധിച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, 800ഓളം വരുന്ന ബാൽദേവന്റെയും അക്ഷയ ദേവതയുടെയും പ്രവാചകന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ആദ്യത്തെ അവസരം. അവരിതൊരു ബലിപീഠം ഉണ്ടാക്കി വിറകൊക്കെ അടുക്കി വെച്ച് അതിന് മുകളിൽ കാളയെ കഷ്ണങ്ങളാക്കി വെട്ടിക്കീറി വെച്ച് അത് കഴിഞ്ഞ് ബാൽദേവനോട് അവർ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന നീണ്ടു പോയി ഉച്ചത്തിൽ നിലവിളിച്ചവർ പ്രാർത്ഥിക്കുന്നു. ഏകദേശം ഉച്ചയായപ്പോൾ ഏലിയ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കെ പ്രാർത്ഥിക്കുക, കുറച്ചുകൂടെ ഉച്ചത്തിൽ നിലവിളിക്കുക. ഒരുപക്ഷെ ബാൽദേവൻ കേൾക്കാത്തത് കൊണ്ടായിരിക്കും, അദ്ദേഹം ഉച്ചമയക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ വല്ല സവാരിക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടാകും. നിങ്ങൾ കുറച്ചുകൂടെ ഉറക്കെ വിളിക്കുക, ഒരുപക്ഷെ കേൾക്കുമായിരിക്കും. പക്ഷേ അവരിത് കേട്ട് പിന്നെയും ഉറക്കെ നിലവിളിക്കുന്നു. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തമൊഴുക്കി അവരുടെ ആചാര രീതി അനുസരിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരമായിട്ടും പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അവസാനം ഏലിയ പ്രവാചകൻ ജനത്തോടെല്ലാം അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ബലിപീഠം കേടുപോക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ഗോത്രത്തിൻ്റെ 12 ഗോത്രങ്ങൾ, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ അനുസ്മരിക്കുന്ന 12 കല്ലുകൾ എടുത്ത് അതുകൊണ്ട് ബലിപീഠം പുതുക്കി പണിതു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ചു, കാളയെ വെട്ടിക്കീറി കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ജനത്തോട് ആവശ്യപ്പെടുന്നു, 4 കുടം വെള്ളം കൊണ്ടുവരിക. അപ്പോൾ ഈ ബലിപീഠത്തിന് ചുറ്റിലുമായൊരു വലിയ ചാലുണ്ടാക്കിയിരുന്നു. അദ്ദേഹം ഈ കൊണ്ടുവന്ന 4 കുടം വെള്ളമെടുത്ത് ബലിപീഠത്തിലേക്കും ബലിവസ്തുവിൻ്റെ മുകളിലേക്കും ഒഴിക്കുന്നു. അതിനുശേഷം 2 തവണ കൂടെ അത് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആകെ 12 കുടം വെള്ളം അവർ കൊണ്ടുവരുന്നു. 12 കുടം വെള്ളവും അദ്ദേഹം ബലിവസ്തുവിൻ്റെ മുകളിൽ ഒഴിക്കുന്നു. ബലിവസ്തുവും വിറകും ഒക്കെ ശരിക്കും വെള്ളം കുതിർന്ന അവസ്ഥയിലായി. അതിനു ചുറ്റിലുമുള്ള ചാല് മുഴുവൻ വെള്ളം കൊണ്ട് നിറയുകയും ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇതാ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്നു, യാഹവേ, അങ്ങ് സത്യദൈവമാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യമാകുന്നതിനും ഞാനിതെല്ലാം ചെയ്തത് അങ്ങ് പറഞ്ഞിട്ടാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നതിനും വേണ്ടി ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിച്ച് തീരുന്ന നിമിഷം തന്നെ ഇതാ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവിനെ ദഹിപ്പിച്ചു. അതുപോലെ തന്നെ ആ വൃക്ഷം മുഴുവൻ, അല്ലെങ്കിൽ ആ മരത്തടികൾ മുഴുവൻ, വിറക് മുഴുവൻ ദഹിച്ചു പോയി. മാത്രമല്ല ബലിക്കല്ലും ദഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ, ആ ചാലിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ വറ്റിച്ച് കളയുകയും ചെയ്തു. ഇത് കണ്ട് ജനം അത്ഭുതത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാഹവേ തന്നെ ദൈവം, യാഹവേ തന്നെ ദൈവം. ഇത് സംഭവിക്കുന്നത് കർമ്മല മലയിലാണ്, കാർമൽ മൗണ്ടിലാണ്. ഈ സംഭവത്തിന് ശേഷം ഏലിയ പ്രവാചകൻ പറഞ്ഞു, ഉടനെ മഴ പെയ്യുമെന്ന് പറഞ്ഞ് ജനത്തെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ ആഹാബ് രാജാവിനോട് രഥം പൂട്ടി വേഗം യാത്രയാകാൻ പറയുന്നു, വലിയൊരു മഴ വരാൻ പോകുന്നു എന്ന് പറയുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഏലിയ പ്രവാചകൻ മലയുടെ ഏറ്റവും മുകളിലേക്ക് പോകുന്നു തൻ്റെ ഭൃത്തിനോടൊപ്പം. എന്നിട്ട് അവിടെ കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഭൃത്തിനോട് പറഞ്ഞു, കടലിലേക്ക് പോയി നോക്കുക. ഈ മല സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ്. അതുകൊണ്ട് ആ കടലിലേക്ക് പോയി നോക്കുക. അദ്ദേഹം അവിടെ പോയി നോക്കി തിരിച്ചു വന്നു, ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. 7 പ്രാവശ്യം ആവർത്തിക്കാൻ പറഞ്ഞു. 7 പ്രാവശ്യം അങ്ങനെ ചെയ്തു. 7ാം പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോൾ ആ ഭൃത്യൻ പറഞ്ഞു, ഇതാ ഒരു ചെറിയ മേഘത്തുണ്ട് കാണാൻ സാധിക്കുന്നു. ഒരു കൈയോളം വലിപ്പമുള്ള, കൈപ്പത്തിയോളം വലിപ്പമുള്ള ചെറിയൊരു മേഘം അവിടെ കാണാൻ സാധിക്കുന്നു. അത് പറഞ്ഞു തീരും മുമ്പ് ഇതാ ആ മേഘം, ആ ആകാശം മുഴുവനും നിറഞ്ഞു. മേഘാവൃതമായി, കാർമേഘം കൊണ്ട് ആ ആകാശം മുഴുവനും നിറഞ്ഞു. അതിശക്തമായ വിധത്തിൽ അവിടെ മഴ പെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം അതിശക്തമായ വിധത്തിൽ അവിടെ മഴ പെയ്തു. ജനം ആശ്വാസം കൊണ്ടു. ഇനി ഈ ഒരു സംഭവത്തെ, വചനത്തിൽ സൂചിപ്പിക്കുന്ന ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട്
സഭാപിതാക്കന്മാരിൽ പലരും പറയുന്ന ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. അതായത് ഈ മേഘം എന്ന് പറയുന്നത് ആകാശത്തേക്ക്, കാർമൽ മലയുടെ മുകളിലേക്ക് കടലിൽ നിന്ന് ഉയർന്നു വന്ന ഈ മേഘം, അത് പരിശുദ്ധ മാതാവിൻ്റെ പ്രതീകമാണ്. ആ മേഘത്തിൽ നിന്ന് പെയ്ത മഴ ഈശോയുടെ പ്രതീകമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പലരും ചിന്തിക്കുമായിരിക്കും, അതിന് മാതാവ് അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. ശരിയാണ്, മാതാവ് അന്ന് ജനിച്ചിട്ടില്ല. എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലുടനീളം പരിശുദ്ധ അമ്മയെ പ്രതീകാത്മകമായ വിധത്തിൽ അവതരിപ്പിക്കുന്ന ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ഗോവണി, സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഗോവണി പരിശുദ്ധ അമ്മയുടെ പ്രതീകമായിട്ട് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് മന്ന സൂക്ഷിച്ച വാഗ്ദാന പേടകം. ഈ മന്ന എന്ന് പറയുന്നത് ഈശോയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ മന്ന സൂക്ഷിച്ച വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിൽ സംവഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതീകമായി സഭാപിതാക്കന്മാരെ അവതരിപ്പിക്കാറുണ്ട്. ഇതുപോലെ ഒത്തിരി പ്രതീകങ്ങളുണ്ട്. അപ്രകാരമുള്ള ഒരു പ്രതീകമാണ് കാർമൽ മലയുടെ മുകളിലേക്ക് ഉയർന്നു വന്ന ഈ വലിയ മേഘം. ആ മേഘം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതീകവും അതിൽ നിന്ന് പെയ്ത മഴ ഈശോയുടെ പ്രതീകവുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ കർമ്മല മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം, അനുഗ്രഹത്തിൻ്റെ വരമഴയായി പെയ്തിറങ്ങണമേ എന്ന്. കർമ്മല മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒത്തിരി 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 അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുത സംഭവമാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇറ്റലിയിലെ പാൽമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നവംബർ മാസം വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി. ഈ ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്ന കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ ചില മാറ്റങ്ങൾ ഒത്തിരി പേർക്ക് കാണാൻ സാധിച്ചു. കണ്ണുകൾ ചലിക്കുന്നു, ആ പ്രതിമയുടെ കണ്ണുകൾ ചലിക്കുന്നു, മുഖത്തെ വർണ്ണങ്ങളിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പരന്നു, അനേകരത് കാണുകയും ചെയ്തു. എന്തോ ഒരു പ്രത്യേക സന്ദേശം മറിയം നൽകുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിച്ചു. പിന്നീട് ആ വർഷം, എല്ലാ വർഷം പതിവ് പോലെ നടക്കാറുള്ള കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപം സംഭവിച്ചുള്ള പ്രദക്ഷിണം, ആ നഗരത്തിൽ എല്ലാവരും തന്നെ ആ വർഷത്തെ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. കാരണം ഈ അടയാളം നേരത്തെ കിട്ടിയതുകൊണ്ട്. പ്രദക്ഷിണം നഗരത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ അവസാനിക്കുന്നതോടുകൂടെ വലിയൊരു ഭൂമികുലുക്കം അവിടെ ഉണ്ടാവുകയും ആ ഭൂമികുലുക്കത്തിൽ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നടിയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാതെ ആരെങ്കിലുമൊക്കെ വീടുകളിലായിരുന്നുവെങ്കിൽ എല്ലാവരും മരിച്ചു പോകേണ്ടതാണ്. ഏകദേശം 15,000-ഓളം പേർ മരിച്ചു പോകേണ്ട വലിയൊരു ഭൂമികുലുക്കമാണ് അവിടെ നടന്നത്. എന്നാൽ അത്ഭുതകരമായ വിധത്തിൽ അവരെല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാത്ത 8-9 പേര് മരിക്കുന്നു, ബാക്കി എല്ലാവരും രക്ഷപ്പെടുകയാണ്. ഇത് വിശ്വാസികൾ ഉറപ്പായും വിശ്വസിച്ചു കർമ്മല മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടതാണെന്നും. മാത്രമല്ല, പിന്നീട് ഇതിനെ തിരുസഭ ഔദ്യോഗികമായി കർമ്മല മാതാവിൻ്റെ മധ്യസ്ഥയിൽ സംഭവിച്ച അത്ഭുതമാണെന്നും സംരക്ഷണമാണെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ കർമ്മല മാതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഉത്തിരിയം ധരിച്ച് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ച് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും വിശുദ്ധീകരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.